ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഡിവോഴ്സിന്റെ പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ പൊന്നൂസിനെ അതായത് നിത സതീശൻ എന്ന് പറഞ്ഞവരെ ഞാൻ ഇതുവരെയ്ക്ക് ഞാൻ എവിടെ വന്നിട്ട് നെഗറ്റീവോ കാര്യങ്ങളോ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കും. ഞാൻ ഇതൊരു ബന്ധത്തിൽ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യങ്ങളില്ല. നിങ്ങളെ മുന്നിൽ നിന്ന് സെന്റിമെന്റ് ആയിട്ട് കിട്ടേണ്ട ആവശ്യങ്ങളും എനിക്കില്ല. ഓക്കെ, ഞാൻ കരയണതോ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ സ്റ്റോറി ഇട്ടിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് വല്ല സംഗതി നേടിയെടുക്കേണ്ട ആവശ്യങ്ങളും എനിക്കില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ചെയ്ത് മുന്നിലേക്ക് പോണത്. ഇന്നലെ എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഓൾ നല്ല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോൻ്റെ അടിയിൽ എൻ്റെ അമ്മയെ പറ്റി കമന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ കമന്റ് നോക്കി മനസ്സിലാവും. സുജിൻ കുഞ്ചുസ് വളർന്ന പോലെ തന്നെ കിടോ യുവ മോളും അച്ഛനില്ലാതെ വളരണ്ടേ. ആ അമ്മയ്ക്ക് ഒന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ. വല്ലാത്തൊരു സ്ത്രീ. ഫർസാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് എന്നാണ് മെസ്സേജ് ഇട്ടുള്ളത്. ഫർസാനോട് ചോദിക്കാനുള്ളത് കാര്യം എന്താണെന്നറിയോ? അതായത് നിത സതീശൻ എന്ന് പറയുന്ന അവർ കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പോസ്റ്റ് ആക്കുമ്പോൾ എല്ലാ ശരികളും അവളെ ഭാഗത്താണോ? ഞാനത് ചോദിക്കണം. എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ യാതൊരുവിധ താല്പര്യമില്ല. എനിക്ക് ഇതിനെ മുന്നേ ഞാൻ പറഞ്ഞു വിട്ടതാണ്. എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. ഒരു താല്പര്യം എനിക്കില്ല. ഓക്കെ, മല്ലു ഫാമിലി സുജിൻ പൊന്നൂസ് ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഇത് ക്യാറ്റ് ആൻഡ് മൗസ് ആണോ? ആ ഒരു തരത്തിൽ, അതായത് ജനങ്ങളെ മണ്ടന്മാരാക്കിയിട്ട് വീണ്ടും ഒരു തരത്തിലുള്ള ഒരു ഗെയിം പ്ലേ ആണോ നിങ്ങൾ രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. കാരണം സുജിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ദിവസം വന്നിട്ട് ഒരു പോസ്റ്റ് അങ്ങ് ഇടുന്നു, ഞങ്ങൾ തമ്മിൽ പിരിയാൻ പോവുകയാണ്, പരസ്പരം ആ ഒരു ഇതോടുകൂടി തന്നെയാണ് ഞങ്ങൾ പിരിയാനായി പോകുന്നത്. എന്നിട്ട് പിന്നെ അങ്ങോട്ട് രണ്ടാമതൊരു വീഡിയോ വരുന്നു, അതായത് പൊന്നൂസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആരും ഒന്നും പറയരുത്, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിൽ. അത് രണ്ടാമതൊരു വീഡിയോ. ഇനി ഞാനൊരു പോസ്റ്റ് ഇടത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഒരു പോസ്റ്റായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുകൊണ്ട് ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നുകൊണ്ട് പൊന്നൂസിനെ ആരും കുറ്റം പറയരുത്, ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വന്നു. ഇനി ഞാനൊരു വീഡിയോ ചെയ്യത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും റിപ്പീറ്റ് അടിച്ചുകൊണ്ട് വീണ്ടും മൂന്നാമതൊരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ഈ പറയുന്ന സുജിനും പൊന്നൂസും തമ്മിൽ അടിവഴക്ക്. കൊള്ളാം, നല്ല രസം. കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെന്താ മട്ടന്മാരാണ് അറിയാൻ വേണ്ടി ചോദിക്കുവാണ്. കാരണം ഈ പറയുന്ന പൊന്നൂസ് ഇപ്പോൾ ഈ സ്റ്റോറി ആയിട്ട്, അതായത് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ സ്റ്റോറി ആയിട്ടൊക്കെ ഈ പറഞ്ഞ രീതിയിൽ സെന്റിമെന്റ്സും മറ്റു കാര്യങ്ങളും അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഇടുന്നു. അതിപ്പോൾ സുജിനെ അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അതായത് ഇപ്പോൾ ആൾക്കാർ സുജിനാണ് തെറ്റുകാരൻ, പൊന്നൂസല്ല തെറ്റുകാരി എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുജിൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുജിൻ വരുന്നു. ഇവിടെ സുജിൻ വന്ന് ഇപ്പോൾ സുജിന്റെ കാര്യങ്ങൾ വീണ്ടും ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുന്ന തരത്തിലാണ് കാണിക്കുന്ന ഓരോ കാര്യങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾ ഭാര്യ ഭർത്താവ് നിങ്ങൾ പിരിയാതിരിക്കുക, അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം. അത് നിങ്ങൾ വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് ആൾക്കാരെ എല്ലാം അറിയിച്ചു. അങ്ങനെ അറിയിക്കുമ്പോഴത്തേക്കും പലതരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഈ പറയുന്ന രീതി സോഷ്യൽ മീഡിയ ആണ്, അത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാം. ഒരു സൈഡ് തന്നെ ന്യായം, അല്ലെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം പറയാം, ഞങ്ങൾ ഇന്ന ഒരു റീസൺ കൊണ്ടാണ് ഞങ്ങൾ പിരിയുന്നത്, അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്, പബ്ലിക്കായിട്ട് അത് പറയേണ്ട ആവശ്യമില്ല. അത് പോട്ടെ, നിങ്ങൾ ഡൈവേഴ്സ് ആവുന്ന കാര്യം പോലും നിങ്ങൾ പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യമില്ല. എന്നിട്ട് നിങ്ങൾ വന്ന് പബ്ലിക്കായിട്ട് ഈ കാര്യങ്ങൾ എടുത്തിട്ടു. അത് നാട്ടുകാർ പലരും പറയും. പബ്ലിക്കായിട്ട് നിങ്ങളൊരു കാര്യം വന്ന് പറഞ്ഞാലേ, അപ്പോൾ അതിൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ നെഗറ്റീവും കാണും പോസിറ്റീവും കാണും. അത് ഏറ്റുവാങ്ങാൻ തയ്യാറാണെങ്കിൽ മാത്രമേ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്ന് ഇടാവുള്ളായിരുന്നു. അപ്പോൾ നിങ്ങളത് ഇട്ട് ഇനി അതിന് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നു, പൊന്നൂസിന് അത് പോസിറ്റീവായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യായം അടിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഈ പറയുന്ന രീതിയിൽ പൊന്നൂസ് എന്തോ സെന്റിമെന്റ് സ്റ്റോറിയൊക്കെ ഇട്ട് പൊന്നൂസിന്റെ ഭാഗം എന്തോ പൊന്നൂസ് തെറ്റുകാരി അല്ല എന്നുള്ള തരത്തിൽ ആക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ സുജിനാണോ തെറ്റുകാരൻ അല്ലെങ്കിൽ പൊന്നൂസാണോ തെറ്റുകാരി അറിയാൻ പറഞ്ഞ് ചോദിക്കുക. അതോ നാട്ടുകാരെ മണ്ടന്മാരാക്കാൻ വേണ്ടി നിങ്ങൾ ഇതിന് മുന്നേ ഒരു തരത്തിലുള്ള ഒരു സംഭവം വളരെ വലിയ രീതിയിൽ ട്രോളായിട്ട് മാറി അവസാനം അത് കാര്യങ്ങളെ കൈവിട്ട് പോകുന്ന തരത്തിലോട്ടൊക്കെ എത്തിയതാണ്. ആ ഒരു വശത്തിലേക്കാണോ വീണ്ടും പോകുന്നതെന്ന് പറയുന്നത്? കാരണം വീഡിയോ എടുത്തില്ല എന്ന് പറയുകയും ചെയ്യും, അല്ലെങ്കിൽ ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കത്തില്ല പറയുകയും ചെയ്യും. വീണ്ടും അതിനെക്കുറിച്ച് തന്നെയാണ് റിപ്പീറ്റ് അടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇത് ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു പരമ്പരയായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണോ ഈ പറയുന്ന രീതിയിൽ സുജിനും പൊന്നൂസും കൂടി ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങളുടെ കാര്യമായതുകൊണ്ട് എന്തും സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഇത് ഹൈ ലെവൽ എയറിൽ കയറാനായിട്ടുള്ള പരിപാടിയാണ്. കാരണം ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഉടായ്പാണെന്ന് തോന്നിയാലും തെറ്റു പറയാൻ പറ്റത്തില്ല എന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പോസ്റ്റ്, നിങ്ങൾ ഡിവേഴ്സ് ആണ്, ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട നിങ്ങൾ ഈ പറയുന്ന നാട്ടുകാരെ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യം എന്താണ്? അവരെ പറയില്ല, ഇവരെ പറയില്ല, അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ പലതും പറയും. അതൊക്കെ ഒരു ചെവി കൂടെ കേട്ട് മറ്റു ചെവി കൂടെ കളയുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം പബ്ലിക്കായിട്ട് വന്ന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പറയരുതായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു കാര്യം വന്ന് പറയുകയും ചെയ്തു. അത് പിന്നെ ഇങ്ങനെയാണ് എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നത്, അവർക്ക് പോസിറ്റീവായിട്ട് വരുന്നു എന്നുള്ള തരത്തിലോട്ടൊക്കെ ചിന്തിച്ച് അത് പിന്നെ വേറൊരു തരത്തിൽ ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു, ഇനി ഇതിനെക്കുറിച്ച് ഒരു സംസാരമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടെങ്കിലും ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഈ പൊന്നൂസിനെ കുറിച്ച് ഒന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു വീഡിയോ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാനല്ല പൊന്നൂസാണ് തെറ്റുകാരി എന്നുള്ള തരത്തിൽ ഇപ്പോൾ വീണ്ടും ഒരു വീഡിയോ വന്നിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നാട്ടുകാരെന്താ പൊട്ടന്മാരാണോ? അല്ല, അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു കാര്യം ഇത് നീട്ടിക്കൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്, അതായത് ഈ പറയുന്ന മാതിരി ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ ആ ഒരു തരത്തിലോട്ടുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നതെങ്കിൽ, അതായത് സുജിൻ ഈ ഒരു വശത്ത് നിന്ന് അങ്ങോട്ട് കുറ്റം പറയുന്നു,
അവിടെ പൊന്നൂസ് ഇങ്ങോട്ട് നിന്ന് അത് വേറൊരു തരത്തിലേക്ക് ആക്കുന്നു. അപ്പം ഇത് കാണുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാരല്ല, അല്ലെങ്കിൽ മണ്ടന്മാരാക്കാൻ നോക്കരുത് നിങ്ങൾ. അത് അവസാനം പണിയായിട്ട് നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വീഡിയോ പരിപാടി നിർത്തുന്നതായിരിക്കും നല്ലതാണ്. കാരണം നിങ്ങളുടെ ഒരു കാര്യം നിങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു, അത് ഇനി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം, ഇനി ഇതിനെക്കുറിച്ച് സംസാരം ഇല്ല എന്ന് പറഞ്ഞ ശേഷം പിന്നെയും വന്നിട്ട് എന്തിനാണ് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ഇനി കുളവാക്കി ചളവാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് നിങ്ങളുടെ പേഴ്സണൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊന്നൂസായിട്ട് നേരിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ പരിഹരിക്കുക. അത് ഈ വന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുമ്പോഴും എടുക്കുമ്പോഴത്തേക്കും ആണ് അത് വേറെ പല രീതിയിലും അത് പോകുന്നതെന്ന് പറയുന്നത്. ഇതൊക്കെ ഇതിന്റെ വല്ല ആവശ്യമുണ്ടല്ലോ ശരിക്കും പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ ഒന്നി പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഡൈവേഴ്സ് ആവാനുള്ള ഇതാണെങ്കിൽ ആ രീതി നിങ്ങൾ മുന്നോട്ട് പോവുക. അതിന്റെ ഇടയിൽ കൂടി നാട്ടുകാരെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഇമാതിരിയുള്ള പരിപാടികൾ കാണിക്കുന്നത് ശരിക്കും പറയാൻ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ പേരിൽ ഇനിയും നിങ്ങൾ വീഡിയോ ആയിട്ട് ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടൊരു കാര്യം പറയാം, ഇത് വലിയ തോതിലുള്ള ട്രോളായിട്ട് നിങ്ങൾക്ക് തന്നെ മാറുന്ന കാര്യം സംശയമില്ല. ട്രോളെന്നല്ല, നല്ല രീതിയിൽ നെഗറ്റീവ് നിങ്ങൾക്ക് വീണ്ടും അടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. ഇത് ഇവിടെ കൊണ്ട് തന്നെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതെന്ന് പറയാം. ഇത് കാരണം ഇതിപ്പോൾ തുടർന്നുകൊണ്ട് പോവുകയല്ലേ. ഇപ്പോൾ ഒരു വീഡിയോ ആയി, ഒരു പോസ്റ്റ് ഇട്ടു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വീഡിയോ ആയി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വീഡിയോ ആയി. ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു ആളാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ റിപ്പീറ്റ് പോകണമെന്ന് പറയുന്നത്. സോ ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലത്. അല്ലെങ്കിൽ വരുന്ന ട്രോളുകളും നെഗറ്റീവുകളും ഏറ്റുവാങ്ങാനായിട്ട് തയ്യാറായിക്കോ. ഇത്ര മാത്രമേ പറയാവൂ.